ഒരു മസ്കറ്റ് ടു കാലിക്കറ്റ് യാത്രയിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അന്ന് ഒമാനിൽ ബക്രീദ് ലീവ് 9 ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ 2 കൂട്ടുകാരും ആ യാത്രക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്നലെ കാലിക്കറ്റ് എയർപോർട്ടിൽ നടന്ന അപകടത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. അന്ന് കേരളത്തിൽ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകേണ്ട വിമാനം ഒമാൻ സമയം 1:45 AM എത്തേണ്ടത് 3:25 AM മസ്കത്തിൽ എത്തിച്ചേർന്നത്. നടപടിക്രമങ്ങൾ കഴിഞ്ഞു കാത്തിരിക്കുന്ന ഞങ്ങളെയും കൊണ്ട് പുലർച്ചെ 4:15 വിമാനം പറന്നുയർന്നത്. ഇന്ത്യൻ സമയം രാവിലെ 8:30 വിമാനം കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്തെത്തി. നല്ല മൂടൽ മഞ്ഞായതുകൊണ്ട് ഗോറൻ, അതായത് വട്ടമിട്ട് പറക്കുന്നതിനെയാണ് ഗോറൻ എന്ന് പറയുന്നത്. വിസിബിലിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പറക്കുകയായിരുന്നു. ആ കുറച്ച് സമയം ഞങ്ങൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദം അത് ഓർക്കാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളാണ്. കാരണം ചില സമയം ഒരു ഗർത്തത്തിലേക്ക് വീഴുന്ന പോലെയും പെട്ടെന്ന് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെയും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. യഥാർത്ഥത്തിൽ ഏവരെയും ഒരു നിമിഷം ദൈവത്തിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥനയിൽ മുഴുകുന്ന നിമിഷങ്ങളായിരുന്നു. കാലിക്കറ്റ് എയർപോർട്ടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ടേബിൾ ടോപ്പ് റൺവേ ഉള്ള എയർപോർട്ടാണ്. അതായത് റൺവേയുടെ താഴേക്ക് ഗർത്തമുള്ളതിനെയാണ് ടേബിൾ ടോപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇത് 5 ഇടങ്ങളിൽ ഇത്തരം എയർപോർട്ട് നിലവിലുണ്ട്. 1 കേരളത്തിൽ കരിപ്പൂർ എയർപോർട്ട്, 2 കർണാടകയിൽ മാംഗ്ലൂർ, ഹിമാചൽ പ്രദേശിൽ സിംല, അതേപോലെ സിക്കിം, മിസോറാമിലും ഇത്തരം എയർപോർട്ട് നിലവിലുണ്ട്. 2010 മെയ് മാസത്തിൽ ദുബായിൽ നിന്നും മാംഗ്ലൂരിലേക്ക് 160 യാത്രക്കാരും 6 ജീവനക്കാരുമായി പറന്ന വിമാനത്തിൽ 152 യാത്രക്കാരും 6 ജീവനക്കാരും ജീവൻ പൊലിഞ്ഞത് നമ്മൾക്ക് മറക്കാനാവില്ല. അന്ന് ILS ആൻറ്റിനയിൽ തട്ടി ഒടിഞ്ഞ ചിറകിൻ്റെ വിടവിലൂടെ 8 പേർ രക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് 9 കാലത്ത് 9 മണിക്ക് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. പക്ഷേ തിരിച്ച് കാലിക്കറ്റ് കൊണ്ടുപോകാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് അതിനൊരു തീരുമാനമുണ്ടായത്. മാനസികമായി തളർന്ന ഞങ്ങൾ അതുകൂടെ ആയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ചിറകറ്റ പക്ഷിയുടെ അവസ്ഥയായിരുന്നു. എന്തായാലും ദൈവകൃപ എന്ന് പറയട്ടെ. വിമാനം വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് എടുത്തു. തിരിച്ചിറങ്ങുമ്പോൾ ഒരു ഗോറൻ ചെയ്തുകൊണ്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അന്ന് എനിക്ക് കൂട്ടിനുണ്ടായിരുന്ന അഫ്താബ്, അഫ്ലാഹ് എന്നിവരെ കൂടി ഇവിടെ വിസ്മരിക്കുകയാണ്.